ആ ഓക്കെ താങ്ക് യു. ആ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇത് മിസ്റ്റർ മേനോൻ, ഇവിടുത്തെ മാനേജറാണ്. ഹലോ സാർ. ഇത് മിസ്റ്റർ രവി. സാർ ഈ മാസം ബുക്കിംഗ് വളരെ കുറവാണ്. എന്തെങ്കിലും പ്രൊമോഷൻ പ്രോഗ്രാംസ്? ഇതിങ്ങനെ പോകട്ടെ മേനോൻ. മോളുടെ കാര്യത്തിൽ ഞാൻ ആകെ ടെൻഷനിലാണ്. നിങ്ങളുടെ യുക്തി പോലെ ചെയ്യും. ഫോർ ദി ടൈം ബീങ് എന്നെ ഒന്ന് ഫ്രീ ആകും. ഓക്കെ സാർ, മനസ്സിലായി. ഓക്കെ, ഞങ്ങൾ മാനേജ് ചെയ്തോളാം. താങ്ക് യു. അപ്പം ശരി. ഓക്കെ. രവി അങ്കിൾ, നിന്നോട് എന്ത് പറയണം, ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ജിയെ ഇമോഷണലി ഡിസ്റ്റർബ് ചെയ്തെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡോണ്ട് വറി അങ്കിൾ, എല്ലാം ഞാൻ സോൾവ് ചെയ്യും. മാത്യൂസ്, ഇത് മാത്യൂസ്. ഇവനോ? ഇവൻ നിന്റെ ബന്ധു? അതെ. ഹലോ ആൻറ്റി. ഹായ് സർ. ഇവൻ എന്ത് നോക്കാനാ? അതെ, ഇവൻ നമ്മുടെ ബന്ധുവും എന്റെ വളരെ നല്ലൊരു ഫ്രണ്ടും കൂടിയാണ്. അതെ. അത് മാത്രമല്ല, അതിവിദഗ്ധനായ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവും കൂടിയാണ് മാത്യൂസ്. പ്രോമിസ്. ഡോക്ടർക്ക് പോലും സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യം ഇവനെങ്ങനെ സോൾവ് ചെയ്യും? അങ്കിൾ നാളെ വേണ്ടത്ര പരിചയില്ലാന്ന് തോന്നുന്നു. 10 തലയവന് തനി രാവണൻ. 9 തല എവിടെ? കുളിക്കാൻ പോയി. ലോക പ്രശസ്തനായ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ബ്രെഡ്ലി ഇവന്റെ പ്രൊഫസറാണ്. രവി മതി, ഇല്ല ഞാൻ പറയും. പറയിപ്പിക്കരുത്. ഓക്കെ. പ്ലീസ്. അങ്കിളിന് അറിയാമോ, വാരാന്ത്യ പതിപ്പിൽ സ്ഥിരമായി വരുന്ന പ്രശസ്തമായ 2 ഡിറ്റക്റ്റീവ് പ്രബന്ധങ്ങൾ? കൊലക്കത്തി കോൽക്കട്ടയിൽ, സോമൻ 10 പൈസ ഇരുന്നറും. ഇത് രണ്ടും ഇവൻ എഴുതിയതാണ്. ഗംഗമോളിന് വന്നേ, അമ്മ വിളിക്കുന്നുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് കളിക്കാം കേട്ടോ. മാടമ്പള്ളിയിലെ യഥാർത്ഥ യക്ഷി. യക്ഷിയോ? അല്ല, ഞാൻ ഈ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. ജിയയുടെ കാര്യത്തിൽ എനിക്കൊരു ലീഡ് കിട്ടിയിട്ടുണ്ട്. ആണോ? എന്ത് ലീഡ്? ജിയെ അറിയാതെ, നിങ്ങൾ പോലും അറിയാതെ ഞാൻ അവളുടെ റൂം ഒന്ന് പരതി. അവളുടെ ചില ഫ്രണ്ട്സിനോടും സംസാരിച്ചു. ഓക്കെ. നിങ്ങളോട് അവൾ എപ്പോഴെങ്കിലും ഒരു പിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? യു മീൻ ഇംഗ്ലീഷ് അക്ഷരം പി? അതെ, ഇംഗ്ലീഷിൽ പ, മലയാളത്തിൽ പി. അപ്പൊ ഹിന്ദിയിലോ? പൂ. മനസ്സിലായില്ല. ജിയുടെ റൂമിലെ നോട്ട് പാഡിലും മറ്റും ടു മീറ്റ് പി, പി കോൾ, വറീഡ് അബൌട്ട് പി എന്നൊക്കെ അംഗങ്ങായി കുറിച്ചിരുന്നു. അവളുടെ ചില കോളേജ് ഫ്രണ്ട്സും അങ്ങനെ ഒരു പി ഉണ്ടെന്ന് സംശയം പറഞ്ഞു. അവളുടെ ജീവിതത്തിൽ പി എന്ന അപരനാമമുള്ള, അല്ലെങ്കിൽ ഒരു പക്ഷേ ആ അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു പേര് അങ്ങനെ ആരോ ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ തന്നെ. ഇമാനുവൽ മേജർ രവി. അതിലെവിടെയാടെ പി? പട്ടരുമടം വീട്ടുപേര്, അതിൽ പി ഉണ്ടല്ലോ. അതിൽ പി ഉണ്ട്, പക്ഷെ നിന്റെ വീട്ടുപേര് കുറിയിടത്തുന്നല്ലേ? അതതെ, പക്ഷെ പട്ടരുമടം കഴിഞ്ഞു വേണമല്ലോ എന്റെ വീട്ടിലെത്താൻ. അപ്പൊ പിന്നെ പട്ടരുമടം കഴിഞ്ഞ് കുറിയടത്ത് താമസിക്കുന്ന ഇമ്മാനുവൽ രവി, പി കെ രവി. ഓക്കെ അല്ലേ? ഞാൻ തന്നെ ആ പി. അല്ല, ഈ പി അല്ല, അതെ. അപ്പി. പി അതാര്? എനിക്ക് അടിവാരത്തൊരു ഗ്യാരേജ് ഉണ്ട്. അതുപോലെ ഉണ്ടായത് ജിയ കാരണം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. എൻ്റെ ചാച്ചന് 4-5 ബോട്ടുകളുണ്ട് മംഗലാപുരത്ത്. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകാറുണ്ട്. അവിടെ വെച്ചിട്ടാ ജയ്ക്ക് ആക്സിഡൻ്റ് ആയതും ഓർമ്മ പോയതും. ഇതാരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ആ പട്ടിപ്പോ. സോറി.
ഇപ്പോഴത്തെ ഒരുത്തനം ചെയ്യേക്ക് എങ്ങനെ? അതല്ലേ സാർ ആലോചിച്ചത്? മിക്ക ലവ് സ്റ്റോറി അങ്ങനെയല്ല സാർ. എൻ്റെ കാര്യത്തിലും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ പി പറയുന്നത്. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. നമുക്ക് അവളോട് തന്നെ ചോദിക്കാം. ജിയാ, ജി ഇവിടെ ഇല്ല. ഏ? അവളെ വേറൊരു പീ കൂട്ടിക്കൊണ്ട് പോയിരിക്കുക. വേറൊരു പിയോ? ഹലോ, എന്നെ മനസ്സിലായി. ഐ എം ജോണി, പ്രണവിൻ്റെ ഫ്രണ്ടാ. കം. ആക്സിഡന്റ് നടന്ന സമയത്ത് പ്രണവ് നാട്ടിലില്ലായിരുന്നു. അവൻ്റെ യൂഷ്വൽ ബിസിനസ് ട്രിപ്പ്. ജിയയ്ക്കെന്നും പരാതിയായിരുന്നല്ലോ അവൻ്റെ നിലനിൽപ്പിലുള്ള യാത്രകളെക്കുറിച്ച്. You may sit. It's Hi, okay. Jia ma'am. How are you? Thank you. Okay. ഈ പാട്ട് ഓർമ്മ ജിയുടെ ഫേവറേറ്റ് സോങ്. I've been waiting for you, my love. I've been dreaming about you, my love. She's gone to the other side, I'm hanging on. Together we'll sing along. Oh baby, don't let me down. Someday, baby, somewhere I'll find you, my love. Don't go away. Don't go away. Don't go away. Don't go away. My love, yeah. പ്രണവ്. പി ഫോർ പ്രണവ്. ഇയാൾ എന്ത് പേരാ പറഞ്ഞത്? പ്രിൻസ് ഫോർ പി. സോറി, പി ഫോർ പ്രിൻസ്. നീ കണ്ടിട്ടുണ്ടോ? നിനക്കറിയാവോ? അല്ല, എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ മോളെ? ജിയ, എവിടെയോ കണ്ടൊരു ഓർമ്മ പോലെ. But it's okay. Relax. Take it easy. അങ്കിൾ ഇതൊന്നും കേട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല. See, Devi, the problem is, കോഫി ഷോപ്പിൽ അവൻ പാടിയപ്പോ എന്തോ ഓർമ്മ വന്നു എന്ന് ജിയോ പറഞ്ഞു. ഞാനും പാടാം. എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പ്രമഥ. Shut up. അത് ഈ പ്രിൻസിന്റെ ഫോട്ടോ കണ്ടപ്പോഴും അതുപോലെ തന്നെ. അപ്പോ ജിയ മിനിമം ഇവരെ കണ്ടിട്ടെങ്കിലും ഉണ്ട്. നിന്നെ പിന്നെ 8ാം ക്ലാസ് കണ്ടിട്ടുള്ളതല്ലേ, പിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. നാറ്റിക്കരുത്. നീ നിന്റെ ഫ്രണ്ട്സിനോട് മറ്റോ ചോദിക്കുന്നോ? വേണ്ട, എന്നിട്ട് വേണം ഇതുപോലുള്ള അലവലാദികൾ ഇനിയും കയറി വരാൻ. മാത്യൂസ് പ്ലീസ്. ഡാഡി, എന്റെ അവസ്ഥ ഇനി ആരും അറിയണ്ട. ഇതിനെക്കുറിച്ച് ഞാൻ ആരോടും ചോദിക്കാനും പോകണ്ട പ്ലീസ്. ഞാൻ കിടക്കാൻ പോകും. ഞാനും കിടക്കാം. മാത്യൂസ്. ഞാൻ എന്റെ വീട്ടിൽ പോയി കിടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. മാറിയേക്ക്. ബൈ അങ്കിൾ. എന്നാ പോയിക്കോ.